ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലക്കാട് ഒലവക്കോടിനടുത്ത് പുതുപ്പുരയടുത്ത് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ നോക്കുകയാണെങ്കിൽ ഒരു 1.5 കിലോമീറ്റർ മാത്രം മാറിയിട്ടാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വന്നിരിക്കുന്നത്. 4 സെന്റ് സ്ഥലം, 950 സ്ക്വയർ ഫീറ്റ് വീട്, 2 ബെഡ്റൂം ഉണ്ട്, രണ്ടും അറ്റാച്ച്ഡ് ആണ്, ഓപ്പൺ വെല്ലുണ്ട്, മലമ്പുഴ കണക്ഷൻ ഉണ്ട്. ഇപ്പോൾ ഈ വീടിന് ആൾറെഡി റെന്റ് ഔട്ട് ചെയ്തിരിക്കുകയാണ്. റെന്റ് 9,000 രൂപ ആൾറെഡി റെന്റ് കിട്ടുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഇപ്പോൾ വീടിന്റെ ഉൾവശമൊക്കെ നോക്കാം. കയറുമ്പോൾ തന്നെ അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു സിറ്റ് ഔട്ട് ഏരിയ കിട്ടുന്നുണ്ട്. നല്ല വലുപ്പമുള്ള ഒരു ലിവിങ് ഏരിയ സ്പേസ് ഉണ്ട് ഇവിടെ. അതിനോട് ചേർന്ന് ഇവിടെ ഒരു ചെറിയൊരു റൂം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു ചെറിയ റൂം കൊടുത്തിട്ടുണ്ട്. അവർ സ്റ്റോറേജ് സ്പേസ് ആയിട്ടാണ് അതിനെ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഹാളിൽ തന്നെയാണ് നമുക്ക് ഫസ്റ്റ് ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ്. നല്ല വലുപ്പമുള്ള ബെഡ്റൂമാണ് കേട്ടോ. നല്ല സ്പേസ് ഉണ്ട്. 2 ബെഡൊക്കെ കിട്ടിയതിന് ശേഷം അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. അത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള വാഷ്റൂം കൊടുത്തിട്ടുണ്ട്. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം ഉള്ളത്. ഇതിനകത്ത് ഒരു പെയിന്റിങ്ങിന്റെ ഒരു കുറവ് ഒന്ന് ചെറുതായിട്ടൊന്ന് സെറ്റ് ചെയ്യാനുള്ളത്. നല്ല വലുപ്പമുള്ള നല്ലൊരു ഡൈനിങ് സ്പേസ് ഏരിയ കിട്ടുന്നുണ്ട് ഇവിടെ. നല്ല ഡൈനിങ്ങിൽ വലിയ സ്പേസ് ഉണ്ട്. ഇവിടെ നമ്മൾ നേരെ നമുക്ക് സെക്കൻഡ് ബെഡ്റൂമിലേക്ക് ഇവിടെ എൻട്രി ഉണ്ട്. ഇതും അറ്റാച്ച്ഡ് ആണ്. ഇതും നല്ല അത്യാവശ്യം സ്പേസ് ഉള്ള ബെഡ്റൂമാണ്. മറ്റേതിനെ അപേക്ഷിച്ച് കുറച്ച് കുറവാണ്, എന്നാലും അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഇപ്പൊ 2 ബെഡ്റൂമുള്ള രണ്ടും അറ്റാച്ച്ഡ് ആണ്. ഇവിടെ നമുക്ക് വാഷ് ബേസിൻ ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കിച്ചൺ ഇവിടെ തന്നെ തൊട്ടടുത്താണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു കോമൺ ആയിട്ടുള്ള വാഷ്റൂം ഏരിയ ഉണ്ട്. അതൊക്കെ ഒരു സ്റ്റോർ റൂം പോലെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു പ്രോപ്പർട്ടി നമ്മൾ ഒലവക്കോട് ജംഗ്ഷൻ എന്ന് പറഞ്ഞു 1.5 കിലോമീറ്റർ ആണ്. അതുപോലെ പാലക്കാട് KSRTCന്റെ അവിടെ നോക്കുകയാണെങ്കിൽ ഒരു 5 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് ഈ പ്രോപ്പർട്ടി എത്താനായിട്ട്. മെയിൻ ഹൈവേ പാലക്കാട് കോഴിക്കോട് ഹൈവേ നോക്കുകയാണെങ്കിൽ ഒരു 400 മീറ്റർ മാത്രം ഡിസ്റ്റൻസേ ഉള്ളൂ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക്. ഇപ്പോൾ ഇവിടെ നമുക്ക് വെളിയിൽ മേലെ സൈഡൊക്കെ നോക്കാം. വെളിയിലൂടെയും സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മേലെ വെയിറ്റ്ലെസ് ബ്രിക്ക് ഒക്കെ കൊടുത്തിട്ട് വേണമെങ്കിൽ കോൺക്രീറ്റിന്റെ വെയിറ്റ്ലെസ് ഒക്കെ അല്ലേ അതൊക്കെ കൊടുത്തിട്ട് വേണമെങ്കിൽ ഇവിടെയും നമുക്ക് താഴെ ഉള്ളതുപോലെ തന്നെ സ്പേസ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ ഒരു ഡ്രസ് വർക്ക് ചെയ്തിട്ട് മേലെ എടുത്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. ഈ ഒരു പ്രോപ്പർട്ടി വേണമെങ്കിൽ ഏകദേശം ഒരു 15 വർഷത്തിനടുത്ത് പഴക്കമുള്ള ബിൽഡിംഗ് ആണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ മേലെ പറഞ്ഞ പോലെ വെയിറ്റ്ലെസ് ബ്രിക്ക് ഒക്കെ വെച്ചിട്ട് നമുക്ക് താഴെ ഉള്ള അതേ സ്പേസിലോ അതിൽ കൂടുതൽ സ്പേസിലോ ആയിട്ട് നമുക്ക് വേറൊരു വീട് കൂടി ഇവിടെ സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് 2 റെന്റ് നമുക്ക് സുഖമായി കിട്ടും. പലരും ചോദിക്കാറുണ്ട് ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിന് പറ്റിയ ചെറിയ ബഡ്ജറ്റിൽ വല്ല പ്രോപ്പർട്ടി കൊണ്ടുപോകും 10-40 ഉള്ളിലൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രോപ്പർട്ടി ആയിട്ട് നമുക്കിത് കാണാം. 37 ലക്ഷം രൂപയാണ് ഇതിന് ഓണർ ചോദിക്കുന്നത്. അത് നെഗോഷ്യബിളും ആണ്. അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും. നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനുണ്ടെങ്കിലും നമ്മളായിട്ട് കണക്ട് ചെയ്യുക. നമ്മൾ അതിനുള്ള ഹെൽപ്പ് ചെയ്ത് തരുന്നുണ്ടാവും. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം. അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നവരിക്കും എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ആൻഡ് ലവ് യു.